കേരള മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ അതുപോലെ ആയുർവേദ കോഴ്സിൽ അഡ്മിഷന് വേണ്ടിയുള്ള കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. കൃത്യമായിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ താൽക്കാലിക പ്രൊവിഷണൽ റാങ്ക് ആണ് വന്നിരിക്കുന്നത്. റാങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ കാണുന്ന മെയിൽ ID നാളെ 16/8/2024 11 മണിക്കും രാവിലെ 11 മണിക്ക് മുമ്പായി ഡീറ്റെയിൽസുകൾ സെൻഡ് ചെയ്ത് നൽകേണ്ടതാണ്. അതിനുശേഷമാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരിക. വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലെ സ്ഥാനം അറിയാൻ വേണ്ടി സാധിക്കുന്നതല്ല. അതിനായി വെബ്സൈറ്റിൽ റാങ്ക് ലിസ്റ്റ് എന്നൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ കേരള സ്റ്റേറ്റ് മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ആയുർവേദ റാങ്ക് ലിസ്റ്റ് എന്നിവ കാണാം. ആയുർവേദ റാങ്ക് ലിസ്റ്റ് ആയുർവേദ കോഴ്സിലെ അഡ്മിഷന് വേണ്ടിയുള്ളതാണ്. ഞാനിവിടെ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൻ്റെ ലിങ്കിലാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഒരു PDF ഫയൽ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം ലഭിച്ചിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഇതിൽ നൽകിയിട്ടുണ്ട്. നീറ്റ് എക്സാമിനേഷൻ എഴുതി ആ ഒരു നീറ്റിൻ്റെ സ്കോർ കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാകുന്നതാണ്. ഇവിടെ ബ്ലൂ കളറിൽ കാണുന്നതാണ് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിലെ സ്ഥാനം. നിങ്ങളുടെ PDF ഫയൽ ആപ്ലിക്കേഷനിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കീം ആപ്ലിക്കേഷൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി സെർച്ച് ചെയ്താൽ വളരെ പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിലെ സ്ഥാനം അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങളുടെ നീറ്റിൻ്റെ സ്കോറും അതുപോലെ തന്നെ നീറ്റ് ഓൾ ഇന്ത്യ റാങ്കും ഒക്കെ ഇവിടെ തന്നെ നൽകിയതായിട്ട് കാണാവുന്നതാണ്. ഇനി കേരള മെഡിക്കൽ അഡ്മിഷന് വേണ്ടി ഓപ്ഷൻ രജിസ്ട്രേഷൻ, അലോട്ട്മെൻറ്റ് ഇവ എന്നായിരിക്കും എന്ന കാര്യം അറിയാൻ വേണ്ടി പല വിദ്യാർത്ഥികൾക്കും താല്പര്യമുണ്ടാവും. ഇത് നടത്തേണ്ട ഡേറ്റ് ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി തന്നിരിക്കുന്ന ഷെഡ്യൂളിനിടയ്ക്ക് നിർബന്ധമായിട്ടും കേരളത്തിൽ മെഡിക്കൽ അഡ്മിഷൻ നടത്തേണ്ടതാണ്. തന്നിരിക്കുന്ന ഡേറ്റ് ഷെഡ്യൂൾ പ്രകാരം ഓഗസ്റ്റ് 21 മുതൽ 29 വരെയുള്ള ഡേറ്റുകളിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തി സെപ്റ്റംബർ 5-നകം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടത്തേണ്ടതാണ്. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 26-നകവും തേർഡ് അലോട്ട്മെൻറ്റ് ഒക്ടോബർ 18-നകവും നടത്തണമെന്നാണ് ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി ഓരോ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശമായിട്ട് ഷെഡ്യൂളായിട്ട് നൽകിയിരിക്കുന്നത്. ഈ വർഷത്തെ കേരള മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനുകളും ലൈവ് ഡെമോ വീഡിയോകളും ഒക്കെ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ അവസാനിപ്പിക്കുന്നു. എവർക്കും നന്ദി, നമസ്കാരം.